എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു സ്കോഡ കുഷാക്കിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് വെക്കുന്ന ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനുണ്ട്. അതിലൊരു ക്യാമറയുണ്ട്, അതേപോലെ തന്നെ ഇതിൽ ക്യാൻബസ് യൂണിറ്റൊക്കെ ഇടയുന്ന സ്റ്റീരിയോ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് മോഡൽ വണ്ടി ഇപ്പോൾ സ്വിഫ്റ്റ്, അതേപോലെ തന്നെ ടാറ്റ അൾട്രോസോ നെക്സോണോ, അപ്പോൾ ഏതൊരു വണ്ടിയായാലും നമുക്ക് ഇതിൽ സ്റ്റീറിംഗ് കൺട്രോളോ അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ടയോട്ടയുടെ ചില വണ്ടിയിൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ സ്റ്റീറിംഗ് കൺട്രോളും ഉണ്ടാവാറില്ല. ഇതിൽ സ്റ്റീറിംഗ് കൺട്രോളും ഉണ്ട്, അതേപോലെ തന്നെ 4 ഡോർ സ്പീക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ റിവേഴ്സ് പാർക്ക് സെൻസറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റീരിയോയുടെ കപ്ലർ മാത്രമാണ് അവർ വെച്ചത്, ബാക്കിയൊക്കെ അതിൽ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ക്യാമറ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ക്യാമറ നമ്മൾ വെക്കുന്നത് ബമ്പറിൽ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ വെക്കാൻ പോണ സ്റ്റീരിയോ T5 പ്രോസസ്സറും അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡോടുള്ളൊരു സ്റ്റീരിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഈ ലുക്കിലാണ് നമ്മുടെ സ്കോഡ കുഷാക്കിൻ്റെ പാനലൊക്കെ വരുന്നത്. നല്ല ക്യൂട്ടൈസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറിലാണ് ഇതിന് വന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരു പ്രീമിയം ടച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ സ്പീക്കേഴ്സൊക്കെ ഇൻബിൾട്ടായിട്ട് എല്ലാ ഡോറിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡോർ പേഡൊന്നും അഴിച്ചിട്ട് സ്പീക്കേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാനലൊക്കെ വരുന്നത്. അപ്പോൾ ഈ പാനൽ നമ്മൾ ഇനി വെക്കുന്നില്ല കേട്ടോ, നമ്മൾ എക്സ്ട്രാ വരുന്ന പാനലാണ് നമ്മൾ പാഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ ഈ സോക്കറ്റ് ജസ്റ്റ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ക്യാൻബസ് യൂണിറ്റ്. നമുക്ക് സ്റ്റീറിംഗ് കൺട്രോളൊക്കെ ഇതിൽ കിട്ടാനായിട്ടുള്ളൊരു സംഭവമാണ്. അത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമുക്ക് FM-ൻ്റെ കണക്ടർ ഈ ഒരു ചെറിയൊരു സംഭവമാണ് കേട്ടോ, അതും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചോളൂ, നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്, സ്റ്റീരിയോ ചെക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ സ്റ്റീരിയോ ഈ ഒരു ലുക്കിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു ഡമ്മി പീസിൻ്റെ കറക്റ്റ് അളവിലുള്ളൊരു ഫ്രെയിമും ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ ഫ്രെയിമും ഇൻബിൾട്ടായിട്ട് വരുന്നത് കേട്ടോ. ഇതിൽ സ്റ്റീറിംഗ് കൺട്രോൾ ഇൻബിൾട്ടായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ ക്യാൻബസ് യൂണിറ്റ് വെക്കണേ. പിന്നെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് മോഡലാണെങ്കിലും ഒരു പ്രീമിയം ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ബേസ് മോഡൽ വണ്ടിക്ക് തന്നെ എല്ലാ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം 4 ഡോർ പവർ വിൻഡും സെൻട്രൽ ലോക്കും, അതേപോലെ തന്നെ നമുക്കിതിൽ 4 ഡോറിൽ അടിപൊളി സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ക്യാമറ നമുക്ക് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഹോൾ അടിച്ച് വെക്കാം കേട്ടോ. ഇതാണ് ഈ ഒരു ഇൻഫോർടൈൻമെന്റിൽ വരുന്ന ഒരു കിറ്റ് കേട്ടോ. അതിൽ GPS-ൻ്റെ ഉണ്ടാവും, അതുപോലെ സബ് വൂഫർ, നമ്മളെ വീഡിയോ ഔട്ട്, വീഡിയോന് ഓക്സ് കേബിൾ, ഇതൊക്കെയാണ് വരുന്നത്. നമ്മളൊരു GPS-ൻ്റെ ആൻറ്റിന ഈ ഒരു എഡ്ജിൽ വെക്കാൻ വേണം, ഈ ഒരു മൂലയിൽ വെക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാനൽ ജസ്റ്റ് ഒന്ന് അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്പീക്കേഴ്സ് മാത്രമല്ല, അത് ട്യൂട്ടേഴ്സും കൂടി ഉണ്ട് കേട്ടോ ഇൻബിൾട്ടായിട്ട്. നമ്മൾ ഓക്സ് വാഗനിലൊക്കെ വരുന്ന സെയിം ട്യൂട്ടേഴ്സ് തന്നെയാണ് ഇതിൽ വന്നതാണ്. നല്ല പെർഫോമൻസ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് ആണ് ഉള്ളത്. ഇത് കണ്ടോ, ഡോറിൻ്റെ സിഗ്നൽസൊക്കെ നമ്മുടെ നെക്സോണിലൊക്കെ ഉള്ള പോലെ തന്നെ കണ്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇത് കേട്ടോ ഡിക്കിയല്ല ബോണറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ബോണറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ബോണറ്റിൻ്റെ ആ റെഡ് മാർക്കും പോകും കേട്ടോ. കറക്റ്റായിട്ട് തുറക്കും കേട്ടോ, റെഡിയാണ്. ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചതൊരു സ്റ്റീരിയോ തന്നെയാണ്. ഇത് സ്റ്റീറിംഗ് കൺട്രോളൊക്കെ ഇതിൽ ഇൻബിൾട്ടായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കറക്റ്റ് വർക്കിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീറിംഗ് കൺട്രോളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പാനൽ ഫിറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആണ് കേട്ടോ, കറക്റ്റാണ്. ഇതിൻ്റെ കമ്പനി വന്ന ഒരു ഡിസ്പ്ലേ പോലെ തന്നെ തോന്നുന്നുണ്ട് നമുക്ക് കേട്ടോ. അല്ലാണ്ട് സെപ്പറേറ്റ് വെച്ച് പിടിപ്പിച്ചൊന്നും തോന്നുന്നില്ല, കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഒരു ഇളക്ക കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇതിലിട്ട് നമുക്ക് T5 ചെയ്യാം, T9 ചെയ്യാം, T10 ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് T10 പ്രോസസ്സർ വന്നിട്ടുണ്ട്. റേറ്റ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. പക്ഷേ നമ്മൾ ചില വണ്ടിയിൽ നമ്മൾ ചോദിക്കും, എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കും T10 വേണമെന്നുള്ളത്. അത് 4GB റാമിൻ്റെ കറക്റ്റ് 4GB റാം ഇറങ്ങുന്നുണ്ട്. ചിലത് 4GB റാം ഉണ്ടെങ്കിലും അത് 2GB റാം ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പക്ഷേ ഞാൻ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിൽ DSP ഒക്കെ വന്നിട്ടുണ്ട്. സ്കോഡയുടെ തന്നെ ഇൻബിൾട്ട് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആയതുകൊണ്ടും ട്യൂട്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് തന്നെ ട്യൂട്ടേഴ്സും അല്ലെങ്കിൽ സ്പീക്കേഴ്സൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടിപൊളി എഫക്റ്റ് തന്നെയാണ് വന്നത് കേട്ടോ. ഇപ്പോൾ DSP ഒക്കെ നമ്മൾ ജാസിൽ കിട്ടുന്നുണ്ട് നല്ല ട്യൂൺ. ഇതിൽ നമുക്ക് ഹോട്ട്സ്റ്റാറൊക്കെ ഇൻബിൾട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും.
ഗൈസ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ള നമ്മുടെ സൗണ്ട് ക്വാളിറ്റി നൈസായിട്ടാ. നമ്മൾ സെപ്പറേറ്റ് ഇൻഫോർടൈൻമെന്റ് വെച്ചിട്ട് സ്പീക്കർ വെക്കാനായിട്ട് ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്കോഡയുടെ കമ്പനി വന്നൊരു ഒരു സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും എഫക്റ്റ് വേറെ ലെവലാണ്. അത്രയ്ക്കും നല്ല ബാസ് എഫക്റ്റും അതേപോലെ തന്നെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ട്യൂട്ടേഴ്സിന്റെ ഒക്കെ ഒരു ട്രിബിളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ തീമൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇതിൽ ഒരുപാടധികം ഫ്യൂച്ചേഴ്സ് വന്നൊരു വണ്ടിയാണ്. ബേസ് മോഡൽ വണ്ടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും വരില്ല. സ്റ്റീരിയോ അതേപോലെ തന്നെ സ്പീക്കേഴ്സ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. പക്ഷെ ഇതിൽ സ്റ്റീരിയോ ഇല്ലാത്ത വണ്ടിയായിട്ട് പോലും ഒരുപാട് ഫീച്ചേഴ്സ് തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. ക്യാൻബസ് യൂണിറ്റ് ഒക്കെ നമ്മൾ ഞാൻ കാണിച്ചു തന്നാണ്. ആ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ. കാരണം ഇതിന്റെ സ്റ്റിയറിംഗ് കൺട്രോള് നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഡോർ തുറക്കുമ്പോൾ ആ ഒരു സിഗ്നൽ വരുന്നെടുക്കണം. അങ്ങനത്തെ ഒരുപാട് ഇത് വരുന്നുണ്ട് ഇതിൽ. പിന്നെ പാർക്ക് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഡിം ആവും. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ബേസ് മോഡൽ. ഞാൻ പറഞ്ഞ കാരണം ബേസ് മോഡൽ വണ്ടിയിൽ ഇങ്ങനത്തെ യാതൊരു ഫീച്ചേഴ്സും വരില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ പ്രോഗ്രാം ചെയ്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കണ ഡോറിന്റെ സിഗ്നലിന്റെ റൈറ്റിലായിരിക്കും. അങ്ങനെ കുറെ അധികം നമുക്ക് മാറ്റിയെടുക്കാനുണ്ട് കേട്ടോ. ഫിറ്റ്മെന്റ് കുഷാക്കിന്റെ നൈസാണ് കേട്ടോ. കണ്ടോ ഇപ്പൊ ബാക്ക് ഡോർ വന്നിട്ടുണ്ട്. ബാക്ക് ഡോറിന്റെ സിഗ്നൽ ഈ ഒരു ലുക്കിലാണ് വരിക കേട്ടോ. ജസ്റ്റ് ഞാൻ റിവേഴ്സ് ക്യാമറ ഇട്ട് കാണിച്ചു കേട്ടോ. കണ്ടോ സിഗ്നൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ആട്ടോ. സെൻസർ കറക്റ്റ് വർക്കിംഗ് ആണ്. സ്റ്റീരിയോ വെച്ചോണ്ട് നമ്മളെ സെൻസർ ഒന്നും കാര്യമൊന്നും കട്ടായി പോകണില്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ വരുന്നുണ്ട്. റൗണ്ട് ക്യാമറ നമ്മൾ ആഡ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ HD ക്യാമറ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ് കൂടുന്നതുകൊണ്ടാണ് ആ ഒരു ക്യാമറ നമുക്ക് ഒഴിവാക്കി കേട്ടോ. ഇതിന്റെ വീഡിയോ ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് 4K ഒക്കെ സപ്പോർട്ട് കേട്ടോ. ജസ്റ്റ് ഇതിൽ ഡെമോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് കോൾ വിളിക്കുക കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ഈ മൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ കിട്ടും സംസാരിക്കുമ്പോഴൊക്കെ. മുമ്പൊക്കെ ഇൻഫോർടൈൻമെന്റ് ഇത്തിരി സൗണ്ട് ക്വാളിറ്റി കുറവുണ്ടായിരുന്നു മൈക്കൊക്കെ. ഇപ്പം അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയത്തിലുള്ള നമ്മൾ ഇൻഫോർടൈൻമെന്റ് കേസ് കേട്ടോ. ഇനിയിപ്പോൾ കുഷാക്കിന്റെ വേറെ വർക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ.